നമസ്കാരം. നിപ്പയെ പ്രതിരോധിക്കാൻ ആന്റിബോഡി എത്തി. നിപ്പ സ്ഥിരീകരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വളാഞ്ചേരി സ്വദേശിക്കാണ് ആന്റിബോഡി നൽകിയിരിക്കുന്നത്. പൂനെയിൽ നിന്നാണ് മോണോക്ലോണൽ ആന്റിബോഡി എത്തിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലെ പ്രത്യേക ഐസൊലേഷൻ വെന്റിലേറ്ററിൽ കഴിയുന്ന യുവതിയുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ രോഗിക്കാണ് ഇപ്പോൾ കുത്തിവെപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡാണ് രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകാൻ തീരുമാനിച്ചത്. തുടർന്ന് പൂനെയിൽ നിന്നും വിമാനമാർഗം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ച ആന്റിബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചു. അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിലാണ് ഇന്നലെ രാവിലെ 11 മണിയോടെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ഉച്ചയോടെ രോഗിക്ക് കുത്തിവയ്പും നൽകി. നിലവിൽ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് രോഗി. ഡോക്ടർമാർ ആന്റിബോഡി നൽകിയതിന്റെ ഫലം നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 58 പേര് 6 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവാണ്. ഇതോടെ 13 പേരാണ് ആകെ നെഗറ്റീവ് ആയിരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് വളാഞ്ചേരി മേഖലയിൽ ആരോഗ്യ വകുപ്പിന്റെ പനി സർവൈലൻസ് ഇന്ന് തുടങ്ങും. പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകർ 4 ദിവസം കൊണ്ട് 4749 വീടുകളിൽ പനി സർവൈലൻസ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജും അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഇന്നലെ രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തിറക്കിയിരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 7 പേർ നിലവിൽ ചികിത്സയിലാണ്. ഒരാൾ ICUയിലും. ചെറിയ രോഗലക്ഷണങ്ങളുള്ള 5 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. ഐസൊലേഷനിൽ കഴിയുന്ന 12 പേർ അടുത്ത കുടുംബാംഗങ്ങളാണ്. സമ്പർക്ക പട്ടികയിലുള്ള എറണാകുളം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവരോട് അവിടെ തന്നെ ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലക്കാട് തിരുവേഗപ്പുറത്താണ് രോഗിയുടെ വീട്. ചികിത്സയിലുള്ള ആശുപത്രിയിലെ ജീവനക്കാരാണ് എറണാകുളത്തുള്ളത്. പനിയെ തുടർന്ന് 25-ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിലാണ് രോഗി ആദ്യം ചികിത്സ തേടിയെത്തിയത്.